ലീഗിന്റെ ഔദാര്യത്തിൽ കഴിയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന രൂക്ഷ വിമർശനവുമായിട്ടാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിലമ്പൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകവെയാണ് EP ജയരാജൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ആകെ ചിതറിക്കിടക്കുകയാണെന്നും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന പാർട്ടിയായി മാറിയ അവർക്ക് എന്താണ് ലക്ഷ്യമുള്ളതെന്നും EP ചോദിക്കുന്നു. ലീഗിനും കോൺഗ്രസിനും പരസ്പരം വിശ്വാസമില്ലാതെയായെന്നും ലീഗിന്റെ ഔദാര്യത്തിൽ കഴിയുന്ന പാർട്ടിയായ കോൺഗ്രസ് മാറിയതുമാണ് പറയുന്നത്. ഇപ്പോഴും വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതാണ് അൻവറിന് പിന്നാലെയുള്ള ഈ പോക്കെന്നുമാണ് EP ജയരാജൻ പറയുന്നത്. അൻവറിനെ തള്ളിപ്പറയുമ്പോൾ തന്നെ രാത്രി തലയിൽ കൊണ്ടിട്ട് കാണാൻ ചെല്ലുകയാണ് കോൺഗ്രസ് എന്നും EP ജയരാജൻ വിമർശിക്കുകയും ചെയ്യുന്നു. PV അൻവറിന്റെ വാക്കുകൾക്ക് ഒരു വില പോലും കൽപ്പിക്കേണ്ട. അൻവർ വാക്കുകൾ മാറ്റി മാറ്റി പറയുകയാണ്. മണ്ഡലത്തിൽ ഒരു സ്വാധീനവും അൻവറിന് അന്നും ഇന്നുമില്ല. LDFന്റെ വോട്ട് പാർട്ടിക്ക് തന്നെ ലഭിക്കുമെന്നും വ്യത്യസ്ത പാർട്ടികൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ജനങ്ങളും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നും EP വ്യക്തമാക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കും EP ജയരാജൻ മറുപടി നൽകുന്നുണ്ട്. നവമാധ്യമങ്ങൾ വന്നതോടുകൂടി എന്തും വിളിച്ചു പറയാവുന്ന സ്ഥിതിയായി എന്നും രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം കാണിച്ചാണ് അത് തീർക്കേണ്ടതെന്നും വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല എന്നും പറയുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെയായിരുന്നു ആദ്യ ആക്രമണം അൻവർ നടത്തിയിരിക്കുന്നതെന്നും അതിപ്പോൾ റിയാസിന് നേരെയായെന്നും EP ജയരാജൻ പറയുന്നു. സ്വരാജ് ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും എന്ത് പ്രശ്നത്തിലും ഇടപെടാൻ പ്രാപ്തിയുള്ള ആളാണെന്നും EP ജയരാജൻ പറയുന്നുണ്ട്. പിണറായിസം എന്നാൽ കമ്മ്യൂണിസം തന്നെയാണെന്നും ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അവരുടെ സ്നേഹം ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടുമെന്നും EP ജയരാജൻ പറയുന്നു. കേരളത്തിലെ പൊതുസമൂഹമാകെ തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് LDF സർക്കാരിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുകയുള്ളൂവെന്നും ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അൻവറിനെ ഇപ്പോഴും ചാക്കിട്ട് പിടിക്കാമെന്ന മോഹത്തിലാണ് കോൺഗ്രസും UDFും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് യോഗം ചേരുന്നുണ്ട്. സതീശനെടുത്ത നിലപാടിൽ ലീഗിന്റെ അസംതൃപ്തി ഒട്ടും കുറഞ്ഞിട്ടുമില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലം പിടിക്കുന്നതോടെ സതീശന് ഓരോ ചോദ്യങ്ങൾക്കും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും.